എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസ് എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് നമ്മുടെ ആൻസേഴ്സ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. കോഡ് A ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ആൻസേഴ്സ് ഒന്ന് നോക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. രണ്ടാമത്തെ ചോദ്യം നോക്കാം. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. 1. കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. മൂന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ് തന്നത്. A കോളത്തിലെയും B കോളത്തിലെയും തമ്മിൽ ചേരുംപടി ചേർക്കുക. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. നാലാമത്തെ ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. എയില് പ്രധാന പത്രങ്ങളും ബിയില് അതിന് നേതൃത്വം നൽകിയവരുമാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കുക. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി. ആറാമത്തെ ചോദ്യം. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. ഏഴാമത്തെ ചോദ്യം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം. ഓപ്ഷൻ ബി മാംഗോ ഷവർ. സെവൻത് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി. എട്ടാമത്തെ ചോദ്യം. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യസമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ്? ഓപ്ഷൻ എ ജനുവരി 3. എട്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ. ഒൻപതാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെക്ക് നിന്നല്ല, വടക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നതിലാണ് ഉത്തരപർവ്വത മേഖല പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പോ ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. പത്താമത്തെ ചോദ്യം നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടം എന്നുള്ളത് ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകതയാണ്. അത് ഉപദ്വീപീയ പീഠഭൂമിയുടേത് അല്ല. അപ്പൊ പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 11ാമത്തെ ചോദ്യം നോക്കാം. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ദേശീയ ജലപാത 3 NW3. 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 12ാമത്തെ ചോദ്യം. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ? ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 13ാമത്തെ ചോദ്യം. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ സി 10ാം പഞ്ചവത്സര പദ്ധതി. 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 14ാമത്തെ ചോദ്യം. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം? ഓപ്ഷൻ എ ആണ് PSC ആൻസർ കൊടുത്തിരിക്കുന്നത്. സ്വകാര്യവൽക്കരണമാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. 14ാമത്തെ ആൻസർ ഓപ്ഷൻ എ. 15. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ? ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 16ാമത്തെ ചോദ്യം. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം? ഓപ്ഷൻ ബി നീതി ആയോഗ്. 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 17ാമത്തെ ചോദ്യം നോക്കാം. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏതു സാമ്പത്തിക മേഖലയിൽ പെടുന്നു?
ഓപ്ഷൻ സി തൃതീയ മേഖല. 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 18ാമത്തെ ചോദ്യം, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓൾ ഓഫ് ദി എബോവ്. ഓപ്ഷൻ എ ആണ് ആൻസർ. എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ് നെല്ല്. അപ്പൊ 18ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഇതിന്റെ ആൻസർ സി ആണ്. പ്രസ്താവന 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ഹരിത വിപ്ലവം ആരംഭിച്ചത്? 3ാം പഞ്ചവത്സര പദ്ധതി മുതലായിരുന്നു ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റായിട്ടാണ്. 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് കൊടുത്തത് തെറ്റാണ്. ശരി എന്താണ്? 3ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 20ാമത്തെ ചോദ്യം നോക്കാം. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 86 ഭേദഗതി. 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 21ാമത്തെ ചോദ്യം, 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു. 21ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 22 ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി രാഷ്ട്രത്തലവന്റെ പേര്. 22ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 23 വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം? ഓപ്ഷൻ സി 40. 23ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 24 പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഓപ്ഷൻ സി ലോർഡ് റിപ്പൺ. 24ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 25ാമത്തെ ചോദ്യം, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. 25ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 26ാമത്തെ ചോദ്യം, 3ാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? ഓപ്ഷൻ ബി പാർലമെന്ററി കാര്യ സമിതി. 26ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 27 തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 3. 27ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 28 സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓൺലി 1 and 2. 28ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 29ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഓൺലി 1 and 2. കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെന്റും എല്ലാം സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നത്. എന്നാൽ വിദ്യാഭ്യാസവും വനവും വരുന്നത് ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസവും വനവും വരുന്നത്. അപ്പോൾ 29ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 30ാമത്തെ ചോദ്യം നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. 30ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 31ാമത്തെ ചോദ്യം, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓൺലി 1 and 2. 31ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 32ാമത്തെ ചോദ്യം നോക്കാം. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 3. ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എറണാകുളമാണ് എന്ന് കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. അപ്പൊ ശരിയായ പ്രസ്താവനകൾ 1 ഉം 3 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 32ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി.
33-ാമത്തെ ചോദ്യം നോക്കാം. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓൺലി 1 and 2. 33-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 34-ാമത്തെ ചോദ്യം. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഓപ്ഷൻ ബി എപ്പിഗ്ലോട്ടിസ്. 34-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 35-ാമത്തെ ചോദ്യം. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹീമോഫീലിയ. 35-ാമത്തെ ആൻസർ സി, ഓപ്ഷൻ സി. 36. ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പൈലേറിയൽ വിര മന്ത്. ഇതാണ് ആൻസർ. 36-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 37-ാമത്തെ ചോദ്യം. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ മേഘാലയ. 37-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 38-ാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11-ലെ ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ത്വക്കിലെ ക്യാൻസർ ആയ മെലനോമ ക്രോമസോം നമ്പർ 14-ലെ ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 ശരി, 2 തെറ്റ്. 38-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. മെലനോമ ക്രോമസോം നമ്പർ 9-ലെ ജീൻ തകരാറ് മൂലമാണ് രൂപപ്പെടുന്നത്. 39-ാമത്തെ ചോദ്യം. പറമ്പിക്കുളം വാർഷിക ജന്തുശാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഓപ്ഷൻ സി ചിത്രശലഭം. 39-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 40-ാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ 40-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 41-ാമത്തെ ചോദ്യം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. പോഷകങ്ങളെയും സ്രോതസ്സുകളെയുമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡികൾ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1 ശരി, 3 ശരി. സൂക്രോസ്, കരിമ്പ്, മാംസ്യം, പയറുവർഗ്ഗങ്ങൾ. ഇതാണ് ശരി. അപ്പൊ 41-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 42-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഓപ്ഷൻ എ നീല. 42-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 43. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് ഉയർന്ന മർദ്ദം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 43-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 44. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ബി മിഥ്യാ പ്രതിബിംബം. 44-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 45. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി നാസ. 45-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 46. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ഓപ്ഷൻ സി ചൈന. 46-ന്റെ ആൻസർ ഓപ്ഷൻ സി. 47. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? ഓപ്ഷൻ ബി വ്യാപ്തം വർദ്ധിക്കുന്നു. 47-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 48. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ സി ഇരുമ്പ് തുരുമ്പിക്കുന്നു. 48 ഓപ്ഷൻ സി. 49. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? ഓപ്ഷൻ എ pH 0 to 7. 49-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 50. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഓപ്ഷൻ ബി പെഗ്ഗി വിറ്റ്സൺ. 50-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 51. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. 51-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 52. രാമായണ മാട്ടക്കഥ രചിച്ചത് ആര്? ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാൻ. 52-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 53.
കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ്. 53-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 54 പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ഓപ്ഷൻ ഡി PT ഉഷ. 54-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 55 സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ബി ആറ്റുകാൽ ക്ഷേത്രം. 55-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 56 ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ എ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. 56-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 57 കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി വി സുനിൽകുമാർ. 57-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 58 ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി കാസർഗോഡ്. 58-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 59 താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 59-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 60-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 and 4 ആണ് ശരിയായ പ്രസ്താവന. 60-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 61 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ്? ഓപ്ഷൻ സി ഐരാവത്. 61-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 62 കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ഇ-ക്യൂബ്. 62-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 63 ചേരുംപടി ചേർക്കുക. ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1D 2C 3A 4B. അപ്പോ 63-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 64 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം. 65-ാമത്തെ ചോദ്യം ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതേക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ഓപ്ഷൻ ഡി പ്രൊട്ടക്ഷൻ ഓഫീസർ. 65-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 66 കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. 66-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 67-ാമത്തെ ചോദ്യം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെക്കാൻ പാടില്ല. 67-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 68-ാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. 68-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 69-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ത്യയുടെ 58-ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മധ്യപ്രദേശ്. 69-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 70-ാമത്തെ ചോദ്യം 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാം. 70-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 71-ാമത്തെ ചോദ്യം മുതൽ മാത്സ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് ആൻസർ മാത്രമാണ് പറഞ്ഞു പോകുന്നുള്ളൂ. ഇതെല്ലാം വിശദമായിട്ട് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളടക്കം എങ്ങനെയാണ് നമ്മൾ ഈ ഉത്തരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിൽ ഞാനത് ആഡ് ചെയ്തേക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തേക്കാം. കാണാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ചോദിക്കുക, ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. 71-ാമത്തെ ചോദ്യം നോക്കാം.
15 ഇൻറ്റു 7 പ്ലസ് 3 ഡിവൈഡഡ് വിത്ത് 5 മൈനസ് 3. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 27. 71ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 72 0.0004 പ്ലസ് 0.00004 എത്ര കൂടുതലാണ് 2/5? ഓപ്ഷൻ ഡി 0.39956. 72ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 73ാമത്തെ ചോദ്യം 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 99. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2500. 73ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 74 ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വികരണത്തിന്റെ നീളം 18 സെന്റിമീറ്ററും അതിന്റെ പരപ്പളവ് വിസ്തീർണം 216 സെന്റിമീറ്റർ സ്ക്വയറുമായാൽ രണ്ടാമത്തെ വികരണത്തിന്റെ നീളം എത്രയായിരിക്കും? ഓപ്ഷൻ എ 24 സെന്റിമീറ്റർ എന്നാണ് PSC ആൻസർ കൊടുത്തിരിക്കുന്നത്. 74ാമത്തെ ചോദ്യത്തിന്റെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. 75ാമത്തെ ചോദ്യം 2 raised to 5 into 2 raised to 3 into 3 square into 3 raised to 4 into 5 square the whole divided by 2 raised to 6 into 3 cube into 5 raised to 4 into 6 the whole raised to -1 ലഘൂകരിച്ചാൽ കിട്ടുന്നത്? ഓപ്ഷൻ ഡി 25/18. 75ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 76 4, 11, 30, 67 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഓപ്ഷൻ ബി 128. 76ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 77ാമത്തെ ചോദ്യം എ എന്നത് പ്ലസ്, ബി എന്നത് ഇൻറ്റു, സി എന്നത് മൈനസ്, ഡി എന്നത് ഡിവിഷനെയും സൂചിപ്പിച്ചാൽ 8b 12a 18d 6c2 എന്തായിരിക്കും? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 97. 77ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. താഴെ പറയുന്നവയിൽ ഒറ്റയാൻ ഏത്? ഓപ്ഷൻ സി ചാപം. 78ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 79ാമത്തെ ചോദ്യം ഗോളം 4πr² ഡാഷ് 3πr². ഇതിന്റെ ആൻസർ അർദ്ധഗോളം. ഓപ്ഷൻ സി ആണ് ആൻസർ. 79ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 80ാമത്തെ ചോദ്യം നോക്കാം. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ 4 കിലോമീറ്റർ നടന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ 5 കിലോമീറ്റർ നടന്നു. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ 4 കിലോമീറ്റർ നടന്നു. പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ്? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി തെക്ക്. 80ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 81ാമത്തെ ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഓപ്ഷൻ ബി ദ ബൊക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ്. 81ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 82 ഡാഷ് യൂറോപ്യൻസ് കൺകേർഡ് മെനി പാർട്സ് ഓഫ് ദി വേൾഡ് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ. ഓപ്ഷൻ എ ദ. 82ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ആൻസർ. 83ാമത്തെ ചോദ്യം നൺ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ്ഡ് ദ ഹോംവർക്ക്. ഡാഷ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. 83ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 83 ഓപ്ഷൻ എ. 84ാമത്തെ ചോദ്യം ഇഫ് ഇറ്റ് റെയിൻസ് ടുമാറോ വി ഡാഷ് അറ്റ് ഹോം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 84ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 85 അലക്സ് സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ടാസ്ക്. ചൂസ് ദ കറക്റ്റ് കോൺവെർസേഷൻ ഇൻടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓപ്ഷൻ ഡി അലക്സ് സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക്. 85ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 86 വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ദ ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ഡിലിൻക്വന്റ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ക്രിമിനൽ. 86ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 87ാമത്തെ ചോദ്യം സെലക്ട് ദ ആന്റോണിം ഓഫ് ഡിറിലിക്റ്റ്. ഓപ്ഷൻ സി അറ്റന്റീവ് എന്നതാണ് ആൻസർ. 87ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 88 ദ ടീച്ചർ ആസ്ക് ദ സ്റ്റുഡന്റ് ടു ഡാഷ് ദെയർ അസൈൻമെന്റ് ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ്. ഓപ്ഷൻ എ ലുക്ക് ഓവർ. 88ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 89 എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് കോൺ ബി റീഡ് ഈസ് ഇല്ലെജിബിൾ. ബി ആണ് ആൻസർ. 89ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി. 90 ദ ഇഡിയം ഓൺ ക്ലൗഡ് 9 മീൻസ് എക്സ്ട്രീംലി ഹാപ്പി ഓർ ഇലേറ്റഡ്. 90ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 91 നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏത്? ഓപ്ഷൻ സി 1 and 3.
പാടവം, അതിർത്തി, പഠിതാവ്, ശൃംഖല, നിഷ്ഠ, യഥാതഥം. ഇത്രയും ഇതാണ് ശരിയായിട്ടുള്ള പദങ്ങൾ. അപ്പൊ 91ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 92 മഹോന്നതം പിരിച്ചെഴുതിയാൽ. ഇതിന്റെ ആൻസർ ആയിട്ട് പ്രൊവിഷണൽ ആൻസർ കീയിൽ PSC കൊടുത്തേക്കുന്നത് ബി ആണ്. 92ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 93 ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ട പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഓപ്ഷൻ സി പരാധീനം. 93ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 94 മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഓപ്ഷൻ ഡി ഭൂമി. 94ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 95 വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ വിലക്കിയില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 95ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഡി ആൻസർ. 96ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. 97 ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 1 and 3 ആണ്. അപ്പൊ 97ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 98 ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ. ഓപ്ഷൻ ഡി പ്രേക്ഷകൻ. 98ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 99 ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ. ഓപ്ഷൻ സി പ്രാദേശികാധിപത്യം. 99ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ സി ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. 100ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇത്രയുമാണ് PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ആൻസേഴ്സ്. എല്ലാവരും മാർക്ക് നോക്കുക. നിങ്ങളുടെ മാർക്ക് താഴെ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഉടൻ തന്നെ നമ്മൾ ചാനലിൽ ഒരു മാത്സ് മലയാളം ഇംഗ്ലീഷ് PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2025 വരെ PSC നടത്തിയിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെയും മാത്സ് മലയാളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് അതിനെ റിലേറ്റ് ചെയ്തൊരു ക്ലാസ് ആയിരിക്കും നമ്മൾ സീരീസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് PYQ സീരീസുമായി വീണ്ടും കാണാം. താങ്ക്